ലല്ലു സൂചിപ്പിക്കുന്നത് പോലെ ജനസാഗരമായി മാറുന്നു എന്നുള്ളതാണ്. ഓരോ പോയിന്റുകളിലും 1000 പേർ ഒരുമിച്ച് കൂടുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ VSന് അന്ത്യയാത്ര ഒരുക്കുന്നതിന് ഒരു നോക്ക് കാണുന്നതിന് ജനസാഗരം തന്നെ ഇപ്പോൾ ദേശീയപാതയുടെ ഇരുഭാഗത്തും പ്രകടമാകുന്നു എന്നുള്ളതാണ്. അമ്പലപ്പുഴയിലേക്കാണ് ഈ വിലാപയാത്ര എത്തുന്നത്. അമ്പലപ്പുഴയിലും വലിയ ആൾക്കൂട്ടത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് ആരംഭിച്ചൊരു യാത്രയാണിത് എന്നതാണ് പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തേണ്ടത്. ഇന്നലെ 2:26 ഉച്ചയ്ക്ക് ആരംഭിച്ച യാത്ര ഇന്നലെ രാത്രി ആലപ്പുഴയിലെ VSൻ്റെ വസതിയിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്ന യാത്ര, ആ യാത്രയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. അണമുറിയാത്ത ആൾപ്രവാഹത്തെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാൻ VSൻ്റെ വാഹനത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാലങ്ങളോളം കർമ്മപഥമായിരുന്ന തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ആ വിലാപയാത്രയ്ക്ക് മുന്നോട്ടു പോകാൻ മണിക്കൂറുകൾ ആയിരുന്നു വേണ്ടി വന്നത് എന്നതാണ്. ഏതാണ്ട് 16 മണിക്കൂറുകൾ എടുത്തുകൊണ്ടാണ് ഒരുപക്ഷെ തിരുവനന്തപുരം നഗരം തന്നെ പിന്നിട്ടു പോയത് എന്നതാണ് വസ്തുത. അത്രമേൽ ആൾക്കൂട്ടമായിരുന്നു ഓരോ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2:26 ദർബാർ ഹാളിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്രയാണ്. ആ വിലാപയാത്ര സാവധാനം മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ സമയക്രമീകരണങ്ങളും തെറ്റിച്ചുകൊണ്ട് മാത്രമേ ഇപ്പോഴും ആ വിലാപയാത്രയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുള്ളൂ. ഒരുപക്ഷെ എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് VSൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിക്കാനാകും എന്നായിരുന്നു ഇവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇഴഞ്ഞു നീങ്ങുന്നു വിലാപയാത്ര എന്ന് പറയേണ്ടി വരുന്നു. ആൾക്കൂട്ടങ്ങളെ തള്ളി നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വിലാപയാത്രയ്ക്ക് സാധിക്കുന്നില്ല. അതുപോലെയുള്ള ജനസാഗരം ആണ് ഇപ്പോഴും ദേശീയപാതയുടെ ഇരുഭാഗങ്ങളിലുമായി കാണുന്നതെങ്കിൽ ഇടയ്ക്ക് പലപ്പോഴും ദേശീയപാത തന്നെ ജനപാതയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ പാതയോരങ്ങൾ തികയാതെ വരുന്നു. പാതയോരങ്ങളിലെ സ്ഥലം തികയാതെ വരുമ്പോൾ അവർക്ക് പാതയിലേക്ക് ഇറങ്ങി നിൽക്കുക എന്നത് മാത്രമാണ് മാർഗം. അങ്ങനെയുള്ള ജനക്കൂട്ടത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 27 കേന്ദ്രങ്ങൾ ആയിരുന്നു VS അച്യുതാനന്ദന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നതിന് ആളുകൾക്ക് വേണ്ടി സജ്ജീകരിച്ചിരുന്നത് എങ്കിൽ ആ കണക്കുകൂട്ടലുകളെല്ലാം തകിടം പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഓരോ മീറ്ററുകൾ പിന്നിടുമ്പോൾ പോലും അവിടെയെല്ലാം ആൾക്കൂട്ടങ്ങളുണ്ടാകുമ്പോൾ അതെല്ലാം ഓരോ പോയിൻ്റായി കണക്കാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പാതയുടെ ഇരുവഴികളിലും ഇരുപാതയോരങ്ങളിലുമായി ആൾക്കൂട്ടങ്ങൾ തിങ്ങി നിറഞ്ഞപ്പോൾ ഈ പദ്ധതികൾ എല്ലാം പൊളിയുന്നു എന്നതാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. ഇന്നലെ തന്നെ ഒരുപക്ഷെ തിരുവനന്തപുരം നഗരം പിന്നിടുമ്പോൾ, തിരുവനന്തപുരത്തിൻ്റെ അതിർത്തി പിന്നിടുമ്പോൾ തന്നെ അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. അങ്ങനെ രാവേറെയായിട്ടും ആളുകൾ ഒഴിഞ്ഞു പോയിരുന്നില്ല. ഇതാ ഇപ്പോഴും നമുക്ക് കാണാം അമ്പലപ്പുഴയിലൂടെ വിലാപയാത്ര കടന്നു വരുമ്പോൾ അത്രമേൽ വലിയ ആൾക്കൂട്ടം. മണിക്കൂറുകളായി അവർ VS അച്യുതാനന്ദനെ കാത്തിരിക്കുന്നു. ഒരുപക്ഷെ ഇന്നലെ രാത്രി ഈ വഴിയിലൂടെ കടന്നു പോകും VSൻ്റെ വിലാപയാത്ര എന്ന് കരുതി നിലയുറപ്പിച്ചവർ പലരുമുണ്ട് അവിടെ എന്നുള്ളതാണ്. VS എന്ന നേതാവിനെ നേരിട്ടറിഞ്ഞവർ ഉണ്ട്. VSൻ്റെ പ്രസംഗങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ഉണ്ട്. VSനെ ടെലിവിഷനിലൂടെ മാത്രം കണ്ടിട്ടുള്ളവരുണ്ട്. VSനെ വായിച്ചു മാത്രം അറിഞ്ഞവർ ഉണ്ട്. അങ്ങനെയുള്ള നിരവധി ആളുകൾ VS വിട പറയുമ്പോഴെങ്കിലും ഒരു നോക്ക് കാണണം എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചവർ ആണ് ഈ ആൾക്കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരെല്ലാവരും അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നു. VSന് വേണ്ടി മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. തങ്ങളുടെ പ്രിയ നേതാവിനെ ഇനിയൊരിക്കലും കാണാനാകില്ല എന്ന് തിരിച്ചറിയുന്നു. അങ്ങനെയുള്ള ആൾക്കൂട്ടത്തെ മറികടന്ന് ഏതാണ്ട് അർദ്ധരാത്രി 12:40 ഇന്നലെ ഈ വിലാപയാത്ര കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചത്. ഒരുപക്ഷെ അർദ്ധരാത്രിയിലെങ്കിലും ആൾക്കൂട്ടത്തിന് കുറവുണ്ടാകും എന്നായിരുന്നു കരുതിയിരുന്നത് എങ്കിൽ ഇപ്പോഴിതാ ആ അർദ്ധരാത്രിയും പിന്നിട്ട് വിലാപയാത്ര മുന്നോട്ട് പോകുമ്പോൾ അണമുറിയാത്ത ആൾക്കൂട്ടത്തിലൂടെയാണ് വിലാപയാത്രയ്ക്ക് കടന്നു പോകാൻ സാധിക്കുന്നത്. അത്രയധികം ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം ഈ ജനക്കൂട്ടത്തിനിടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതാണ് നേരത്തെ ശരണ്യ സൂചിപ്പിച്ചതുപോലെയുള്ള എത്രയോ
സ്ത്രീ വിഷയങ്ങൾ, കേരളം ചർച്ച ചെയ്യപ്പെട്ട സ്ത്രീ മുന്നേറ്റങ്ങൾ, ആരും ഏറ്റെടുക്കാതെ പോയ വിഷയങ്ങൾ, അത് സ്ത്രീപീഡന വിഷയങ്ങളാകട്ടെ, നീതി ഉറപ്പാക്കാൻ VS നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, അതിൽ സൂര്യനെല്ലിയുടെ പേര് നമുക്ക് പറഞ്ഞു പോകേണ്ടി വരും, കിളിരൂർ പോലെയുള്ള വിഷയങ്ങൾ പറഞ്ഞു പോകേണ്ടി വരും, പെമ്പിളൈ ഒരുമ പോലെയുള്ള സംഘടനകൾ നടത്തിയ മുന്നേറ്റങ്ങൾ നമുക്ക് പറഞ്ഞു പോകേണ്ടി വരും, പ്ലാച്ചിമടയിലെ മൈലമ്മ നടത്തിയ പോരാട്ടത്തിന് VS അച്യുതാനന്ദൻ നൽകിയ പിന്തുണയെക്കുറിച്ച് പറയേണ്ടി വരും, എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ദുഃഖത്തിൻ്റെ ഭാഗമായതിനെക്കുറിച്ച് പറയേണ്ടി വരും, പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണ ആവശ്യത്തിനു വേണ്ടി VS നിലകൊണ്ടതിനെക്കുറിച്ച് പറയേണ്ടി വരും, മൂന്നാറിലെ ഭൂമി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടി VS നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ച് പറയേണ്ടി വരും, നമ്മുടെ മണ്ണിനും മരത്തിനും വേണ്ടി VS നടത്തിയ ഒട്ടേറെ പോരാട്ടങ്ങളുണ്ട്. വികസന പദ്ധതികൾ സമൂഹത്തിന് ആവശ്യമാണ് എന്ന് പറയുമ്പോഴും ആ വികസനം ജനക്ഷേമത്തെ മുൻനിർത്തിയായിരിക്കണമെന്ന് VSന് നിർബന്ധമുണ്ടായിരുന്നു. അത് നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടാകരുത് എന്ന നിർബന്ധമുണ്ടായിരുന്നു. പ്രകൃതിക്കിണങ്ങുന്ന മട്ടിലുള്ള വികസനം തന്നെയാണ് വേണ്ടത് എന്ന് VS എപ്പോഴും ആവർത്തിച്ചുകൊണ്ടേ ഇരുന്നിരുന്നു. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് VS എപ്പോഴും സംസാരിച്ചു കൊണ്ടേ ഇരുന്നു. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടിയിരുന്നു എന്നതാണ് VS എന്ന നേതാവിനെ ജനകീയനാക്കിയത്. ആവർത്തിച്ചു പറയേണ്ടി വരുന്നത് VS എപ്പോഴും ജനക്കൂട്ടത്തിന് നടുവിലായിരുന്നു, ആ ജനങ്ങൾക്കിടയിലായിരുന്നു, ആ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു VS അച്യുതാനന്ദൻ നിലകൊണ്ടിരുന്നത്. അതൊരു സമൂഹത്തിൻ്റെ ആവശ്യമായി മാറിയിരുന്നു എന്നതായിരുന്നു ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. അങ്ങനെയുള്ള VSനെ സ്നേഹത്താൽ വീർപ്പുമുട്ടിക്കുകയാണ് ഈ അന്ത്യയാത്രയിലും എന്ന് വളരെ കൃത്യമായി നമുക്ക് പറയേണ്ടി വരുന്നു. അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് VSന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് VSന് വേണ്ടി മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും പാതയോരങ്ങളിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. ഓരോ പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് VSൻ്റെ വിലാപയാത്ര എത്തുമ്പോൾ അവിടെ കാത്തിരിക്കുന്നത് ആയിരങ്ങൾ ആണ്. ഇപ്പോഴേ VSൻ്റെ വസതിയിൽ ആയിരങ്ങൾ തടിച്ചുകൂടിക്കഴിഞ്ഞു. നേരത്തെ ലല്ലു സൂചിപ്പിച്ചതുപോലെ സൂചി കുത്താൻ ഇടമില്ലാത്ത തരത്തിലുള്ള ആൾത്തിരക്കാണ് അവിടെ പ്രകടമാകുന്നത് എങ്കിൽ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പുന്നപ്രയിലെ VSൻ്റെ വീട് ആണ്. ടെലിവിഷൻ്റെ സ്ക്രീനിൽ വലതുഭാഗത്തായി നമുക്ക് റെഡ് വോളണ്ടിയർമാരെ കാണാൻ സാധിക്കുന്നു. അവിടേക്കാണ് VSൻ്റെ ഭൗതിക ശരീരം എത്തിക്കുന്നത്. VSൻ്റെ പോരാട്ട ഭൂമിയിലൂടെ ആണ് VSൻ്റെ മൃതദേഹം ഇപ്പോൾ എത്തിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാതയിലൂടെ VS എപ്പോഴൊക്കെ ആലപ്പുഴയിലേക്ക് വന്നിട്ടുണ്ടോ അതിനുശേഷം ഒരു മടക്കയാത്രയുണ്ടാകാറുണ്ട് തലസ്ഥാനത്തേക്ക്. പക്ഷേ ഈ യാത്രയ്ക്ക് ഇനിയൊരു മടക്കമില്ല. ഇത് VSൻ്റെ അന്ത്യയാത്രയാണ്. ഇനിയൊരിക്കലും ഈ പാതയിലൂടെ VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ വാഹനമോ അദ്ദേഹമോ സഞ്ചരിക്കില്ല എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അവസാന യാത്രയ്ക്ക് VSനെ ഒരു നോക്ക് കാണാൻ, VSന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് ആൾക്കൂട്ടങ്ങൾ ഓരോ ഭാഗത്തും തടിച്ചുകൂടിയിരിക്കുന്നത്. അതിനിടയിലൂടെയാണ് വാഹനം കടന്നു പോകുന്നത്. അമ്പലപ്പുഴയിലൂടെ വിലാപയാത്ര കടന്നു പോകുന്നു. ഈ വഴിയരികിൽ ഒറ്റയ്ക്കും കൂട്ടവും ഒക്കെയായി VSന് വേണ്ടി കാത്തിരിക്കുന്നവർ നിരവധിയാണ്. അതേസമയം അമ്പലപ്പുഴയിലെ പുന്നപ്രയിലെ VSൻ്റെ വീട്ടിൽ, ആലപ്പുഴയിലെ പുന്നപ്രയിലെ VSൻ്റെ വസതിയിൽ ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകൾ എത്തിയിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ആണ്. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നിന്ന്, കോഴിക്കോട് മേഖലയിൽ നിന്ന്, കാസർഗോഡ്, കണ്ണൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകരെല്ലാം VSൻ്റെ വിയോഗമറിഞ്ഞ് VSൻ്റെ ഭൗതിക ശരീരം ആലപ്പുഴയിലേക്ക് എത്തിക്കും എന്നറിഞ്ഞ് ആ മണിക്കൂറുകളിൽ തന്നെ പുറപ്പെട്ടവർ ആണ്. ലഭിക്കുന്ന വാഹനങ്ങളിൽ, ബസ്സിൽ, ട്രെയിനിൽ ഒക്കെ യാത്ര ചെയ്ത് ആലപ്പുഴയിലേക്ക് എത്തിയിട്ടുള്ള നിരവധി പ്രവർത്തകരുണ്ട്, നിരവധി അനുഭാവികളുണ്ട്. അവർ VSനെ കണ്ടേ മടങ്ങൂ. അവർ എത്ര സമയം കാത്തിരുന്നാലും VSന് യാത്രാമൊഴി ഏകിയിട്ടേ പോകൂ. അവർ അവസാനമായൊരു റെഡ് സല്യൂട്ട് VSന് അർപ്പിച്ചിട്ടേ പോകൂ എന്ന് നിലപാടെടുത്തിട്ടുള്ളവരാണ്. അങ്ങനെയുള്ളവർ കാത്തിരിക്കുന്നു, മണിക്കൂറുകളായി അവർ കാത്തിരിക്കുന്നു. ഇന്നലെ രാത്രി 9-10 മണിയോടുകൂടി VSൻ്റെ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തിക്കാനാകും എന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയം കണക്കാക്കിയായിരിക്കണം ഇവരിൽ പലരും എത്തിയിരുന്നത്. പക്ഷേ ആ കണക്ക് കൂട്ടലുകൾ എല്ലാം പിഴയ്ക്കുന്നു. VS എങ്ങനെയായിരുന്നോ ആൾക്കൂട്ടത്തിന് പ്രിയപ്പെട്ടതായിരുന്നത് അതുപോലെ തന്നെ പ്രിയപ്പെട്ടതായി മാറിയിരിക്കുന്നു ഈ